Hi all, today I am taking a session about pseudo noise sequence. Topics to be covered: spread spectrum modulation, detailed explanation, mathematical analysis of PN sequence, generation of PN sequence, properties of PN sequence. Spread spectrum modulation. Spread spectrum refers to a system originally developed for military applications to provide secure communication. Spread spectrum is a form of wireless communication in which the frequency of the transmitter signal is deliberately varied, resulting in higher bandwidth. In this technique, the transmitter signal is not detected easily by unauthorized listeners. It has the ability to reject interference and to eliminate the effect of multipath interface. അതായത് സ്പെഡ് സ്പെക്ട്രം മോഡുലേഷൻ യൂസ് ചെയ്യുന്ന വഴി നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സിഗ്നൽ റിസീവ് ചെയ്യുന്ന ആൾക്ക്, അതായത് നമ്മൾ അതോറൈസ്ഡ് ലിസണേഴ്സിന് മാത്രമേ അത് റിസീവ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാതെ വേറൊരാൾക്ക് അതിനെ കോപ്പി ചെയ്യാനോ ഇൻ്റർഫേസ് ചെയ്യാനോ ഒന്നും പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ സ്പെഡ് സ്പെക്ട്രം മോഡുലേഷൻ ഏറ്റവും സെക്യൂർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നതും അതിനെ നമ്മുടെ സെക്യൂരിറ്റി വേണ്ട മിലിറ്ററി ആപ്ലിക്കേഷൻസൊക്കെ യൂസ് ചെയ്യുന്നതും. ഇത് ഇല്ലസ്ട്രേഷൻ ഓഫ് സ്പ്രെഡ് സ്പെക്ട്രം മോഡുലേഷനാണ്. നമുക്ക് കാണാൻ ഒരു ഡാറ്റ സിഗ്നൽ സ്പ്രെഡിംഗ് കോഡ് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അത് ഒരു ആൻറ്റീന, അതായത് ട്രാൻസ്മിറ്റിംഗ് ആൻറ്റീന വഴി നമ്മൾ റിസീവിങ് സെക്ഷനിലേക്ക് കൊടുക്കുകയാണ്. റിസീവിങ് സെക്ഷനിൽ അതൊരു ആൻറ്റീന വഴി റിസീവ് ചെയ്തിട്ട് സെയിം, അതായത് നമ്മൾ ട്രാൻസ്മിറ്റിംഗ് സെക്ഷനിൽ യൂസ് ചെയ്യുന്ന സെയിം സ്പ്രെഡിംഗ് കോഡ് യൂസ് ചെയ്തിട്ട് അതിനെ ഡീകോഡ് ചെയ്തിട്ടാണ് നമ്മൾ റിക്കവേർഡ് ഡാറ്റ എടുക്കുന്നത്. ദ റിസീവ്ഡ് സിഗ്നൽ ഈസ് മൾട്ടിപ്ലൈഡ് യൂസിങ് ഐഡൻറ്റിക്കൽ സ്പ്രെഡിംഗ് കോഡ്. Features of spread spectrum signal. Bands of signals occupied a wide range of frequencies. Power density is low. Energy is widespread. Privacy due to the pseudo-random code sequence. Code division multiplexing CDMA. നമ്മൾ ഇവിടെയാണ് നമ്മുടെ PN സീക്വൻസിൻ്റെ ആപ്ലിക്കേഷൻ എന്താണെന്ന് പറയുന്നത്. PN സീക്വൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ സ്പ്രെഡ് സ്പെക്ട്രം മോഡുലേഷനിലാണ്. Pseudo noise sequence. Explanation: a coded sequence of ones and zeros with certain autocorrelation properties called a pseudo noise coding sequence is used in the spread spectrum techniques. It's the maximum length sequence which is a type of cyclic code. അതായത് നമുക്കൊരു പർട്ടിക്കുലർ പീരീഡ് കഴിയുമ്പോൾ ഈ നമ്മൾ കൊടുത്തിരിക്കുന്ന PN സീക്വൻസ് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരുന്നത് കാണാം. പീരിയോഡിക് ബൈനറി സീക്വൻസ് വിത്ത് നോയ്സ് ലൈക്ക് വേവ് ഫോം, യൂഷ്വലി ജനറേറ്റഡ് യൂസിങ് ലീനിയർ ഫീഡ്ബാക്ക് ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ് LFSR. Sequence is not completely random, so it is called as pseudo-random. Synchronized using a single clock. It is similar to random sequence of bits, but it is deterministically generated. Its all properties are predictable if we know how it is generated. Easy to generate and synchronize. Other names of PN sequence: pseudo-random bit sequence, M sequence, maximal length sequence. Generation of PN sequence. A PN sequence is generated using a linear feedback shift register circuit, synchronized using a single clock. In each clock cycle, state of flip-flop changes according to the logic circuit. നമുക്ക് കാണാം ഇവിടെ എം രജിസ്റ്റേഴ്സ് ഉണ്ട്. എം രജിസ്റ്റേഴ്സിലേക്ക് നമ്മൾ സെയിം ക്ലോക്ക് തന്നെയാണ് കൊടുത്തേക്കുന്നത്. ഇതിൽ നിന്ന് എല്ലാത്തിനും നമുക്ക് ഫീഡ്ബാക്ക് ലോജിക്ക് എടുത്തിട്ടുണ്ട്. ആ ഫീഡ്ബാക്ക് ലോജിക്ക് നമ്മൾ ഔട്ട്പുട്ടിലോട്ട് കൊടുത്തിട്ടുണ്ട്. PN sequence generator depends on initial state, feedback logic, number of shift registers, length of PN sequence. നമുക്കിവിടെ കാണാം ഒരു 4 രജിസ്റ്റർ യൂസ് ചെയ്തിട്ട് നമ്മൾ PN സീക്വൻസ് ഉണ്ടാക്കിയേക്കുന്നതാണ്. ഇവിടെ നമ്മൾ ഫീഡ്ബാക്ക് എടുത്തേക്കുന്നത് XI-3 എന്നും XI-4 എന്നുമാണ് നമ്മൾ ഫീഡ്ബാക്ക് എടുത്തേക്കുന്നത്. ആ ഫീഡ്ബാക്ക് നമ്മൾ ഇനിഷ്യൽ സ്റ്റേറ്റിലോട്ട് കൊടുത്തിട്ടുണ്ട്, X ഓഫ് ഐയിലോട്ടും കൊടുത്തിട്ടുണ്ട്. നമ്മളിവിടെ ലോജിക് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് വെച്ചിട്ടാണ് നമ്മൾ XI എടുക്കുന്നത്, അതായത് നമ്മുടെ PN സീക്വൻസ് എടുക്കുന്നത്. സ്റ്റേറ്റ് 0യിൽ നമ്മൾ ഇനിഷ്യലായിട്ട് നമ്മുടെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ നമുക്ക് XI കിട്ടുന്നത് XI-3 എന്നും XOR ഗേറ്റ് XI-3 XOR XI-4 നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 0 ആണ്. ഈ 0 നമ്മൾ XI-1ലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് XI-1ൽ നിന്ന് 1ലുള്ള വാല്യൂ നമ്മൾ XI-2ലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. അതായത് നമ്മൾ ലെഫ്റ്റിലുള്ള വാല്യൂസ് എല്ലാം റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യുവാണ്. എന്നിട്ടാണ് നമ്മൾ XI-3 എന്നും XI-4ഉം കൂടെ കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ XI എടുക്കുന്നത്. നമുക്ക് കാണാം ആഫ്റ്റർ
15th സ്റ്റേറ്റ് വരുമ്പോൾ നമുക്ക് ഇനിഷ്യൽ കണ്ടീഷൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത് കാണാം. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു പി എൻ സീക്വൻസ് പീരിയോഡിക്കലി നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമെന്ന്. Linear feedback shift registers. A FSR is said to be linear if the feedback logic consists of entirely of modulo 2 addresses. അതായത് നമ്മൾ ഫീഡ്ബാക്ക് കൊടുത്തപ്പോൾ നമ്മൾ നേരത്തെ കേസിൽ കണ്ടു xi ഓഫ് 3 xi -3 എന്നും xi -4 എന്നുമാണ് നമ്മൾ ഫീഡ്ബാക്ക് എടുത്തത്. അതായത് രണ്ടെണ്ണം നമ്മൾ എടുത്തിട്ടുള്ളത്. അതാണ് നമ്മൾ മോഡ്യൂൾ ഓഫ് 2 ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. ഇൻ സച്ച് എ കേസ് സീറോ സ്റ്റേറ്റ് ഈസ് നോട്ട് പെർമിറ്റഡ്. Period of PN sequence produced by LFSR of M shift registers don't exceed 2 raised to m minus 1. When the period is exactly 2 raised to m minus 1 it's called maximal length sequence or M sequence. അതായത് period of the maximal length sequence with M shift registers is given by n is equal to 2 raised to m minus 1. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. A PN sequence is generated using a feedback shift register of length m is equal to 4. The chip rate is 10 raised to 7 chips per second. Find the parameters: A. PN sequence length, B. chip duration of PN sequence, 3. PN sequence period. നമുക്കിവിടെ തന്നിട്ടുണ്ട് m is equal to 4 and RC is equal to 10 raised to 7 chips per second. Length of the PN sequence is equal to n equal to 2 raised to m minus 1. That's 15. Chip duration is equal to TC is equal to 1 divided by RC. അതായത് 1 divided by 10 raised to 7 chips per second. അതായത് 0.01 into 10 raised to minus 6 second. Period of the PN sequence TB is equal to n into TC. n is equal to 15 into 10 raised to minus 6 second. സോറി, ഇവിടെ ചെറിയ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് സ്ലൈഡിൽ. Properties of PN sequence. 1. Balance property. In each period of the maximal length sequence, numbers of ones is always one more than the number of zeros. അതായത് നമ്മൾ പി എൻ സീക്വൻസ് എടുക്കുന്ന ടൈമിൽ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, സീറോസിൻ്റെ അതിലുള്ള സീറോസിൻ്റെ എണ്ണത്തിനേക്കാൾ ഒന്ന് കൂടുതലായിരിക്കും നമ്മുടെ വൺസിൻ്റെ എണ്ണം. എക്സാമ്പിൾ, കൺസിഡർ ദ കോഡ് വേർഡ് 00110 consider the code word 001101. Number of shift registers is equal to m is equal to 3. Length of output code n is equal to 2 raised to m minus 1 is equal to 7. Number of ones is equal to 4 is equal to 2 raised to m minus 1. അതായത് നമുക്ക് കാണാം, നമ്മൾ നേരത്തെ പറഞ്ഞു ഇവിടുത്തെ വണ്ണിൻ്റെ എണ്ണം നോക്കിയാൽ കാണാം 4 എണ്ണവും സീറോസിൻ്റെ എണ്ണം 3 എണ്ണമാണെന്ന് കാണാം. നമ്മൾ നേരത്തെ ബാലൻസ് പ്രോപ്പർട്ടി പറഞ്ഞ സെയിം കാര്യമാണ്, വൺസിൻ്റെ എണ്ണം സീറോസിനേക്കാൾ കൂടുതലായിരിക്കുമെന്ന്. ഇവിടെ നമ്പർ ഓഫ് വൺസ് 4ഉം നമ്പർ ഓഫ് സീറോസ് 3ഉം ആണ്. സെക്കൻഡ് പ്രോപ്പർട്ടിയാണ് റൺ പ്രോപ്പർട്ടി. റൺ ഈസ് ദ സബ്സീക്വൻസ് ഓഫ് ഇൻഡിവിജ്വൽ സിമ്പിൾസ് 0s or 1 വിത്ത് 1 പീരീഡ് ഓഫ് ദ സീക്വൻസ്. അതായത് റൺ എന്ന് പറയുന്നത് കോൺസിക്യൂട്ടീവ് ആയിട്ട് എത്ര സീറോസോ അല്ലെങ്കിൽ എത്ര വൺസോ വരുന്നുണ്ട്, അതാണ് റൺ എന്ന് പറയുന്നത്. റൺ ലെങ്ത് പ്രോപ്പർട്ടി സ്റ്റേറ്റ് ദാറ്റ് ഇൻ എനി മാക്സിമൽ ലെങ്ത് സീക്വൻസ് 1/2 of the runs of each kind are of length 1, 1/4 are of length 2, 1/8 are of length 3 and so on. For maximal length sequence generated by an LFSR of length m, total number of runs is equal to n plus 1 divided by 2. നമുക്കൊരു എക്സാമ്പിൾ വെച്ച് നോക്കാം. Consider the PN sequence 1010 1110 1100 0111 1100 1101 0010 0000. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം കോൺസിക്യൂട്ടീവായിട്ട് എത്ര തവണ വൺസും സീറോസും റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. 1111 അത് ഒരു തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്.
0 0 0 0 1 time, 1 1 1 1 time, 0 0 0 1 time, 1 1 2 time, 0 0 2 time, 1 4 times, 0 4 times. അത് ടോട്ടൽ ഇവിടെ 16 റൺസ് ഉണ്ട്. ഇവിടുത്തെ നമ്മുടെ പി എൻ സീക്വൻസിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 31 ആണ്. നമുക്ക് അറിയാം നമ്പർ ഓഫ് റൺസ് എന്ന് പറയുന്നത് n+1 ഡിവൈഡ് ബൈ 2, അതായത് 31+1 ഡിവൈഡ് ബൈ 2 എന്ന് പറയുന്നത് 16 റൺസ്. റൺ പ്രോപ്പർട്ടി വെച്ച് പറയുവാണെങ്കിൽ ദെയർ ആർ ലെങ്ത് ഓഫ് 1 എന്ന് പറഞ്ഞാൽ ഒറ്റ ഒരു ബിറ്റുള്ളത് 8 റൺസിലാണ്. അതായത് ഇവിടുത്തെ 4+4, അതായത് 4 സെറ്റ്സ് ഓഫ് 1 ആൻഡ് 4 സെറ്റ്സ് ഓഫ് 0. ലെങ്ത് ഓഫ് 2 എന്ന് പറയുന്നത് 4 റൺസാണ്. അതിൽ 2 സെറ്റ്സ് ഓഫ് 1 ഉണ്ട്, 2 സെറ്റ്സ് ഓഫ് 0s ഉണ്ട്. ലെങ്ത് ഓഫ് 3 ഇവിടെ 2 റൺസ് ഉണ്ട്, 1 സെറ്റ് ഓഫ് 1ഉം 1 സെറ്റ് ഓഫ് 0സും. ലെങ്ത് ഓഫ് 4 1 റൺ, 1 സെറ്റ് ഓഫ് 0s. ലെങ്ത് ഓഫ് 5 എന്ന് പറയുന്നത് 1 റൺ, 1 സെറ്റ് ഓഫ് 1s. Third property is correlation property. Correlation is a measure of similarity between two sequences. When two sequences are compared that are different, it is cross correlation, and when they are in same, it is the autocorrelation. PN sequences have high autocorrelation and low cross correlation. Consider sequence 0 0 0 1 0 0 1 1 0 1 0 1 1 1 1. ഇവിടെ 0s ആർ മാപ്പ് ടു 1 ആൻഡ് 1s ആർ മാപ്പ് ടു 0. അപ്പോൾ നമുക്ക് എക്സാമ്പിൾ കൊടുത്തിരുന്ന സീക്വൻസിനെ ഒന്നുകൂടി മാറ്റി എഴുതാം. 1 1 1 -1 1 1 -1 -1 -1 1 -1 1 -1 -1 -1 അത് നമുക്ക് സി ഓഫ് എൻ ആയിട്ട് നമുക്ക് എഴുതാം. ഓട്ടോ കോറിലേഷൻ്റെ ഇക്വേഷൻ നമുക്ക് കൊടുത്തേക്കുന്നത് എന്ന് പറയുന്നത് ഇവിടെ സ്ലൈഡിൽ കുറച്ച് പ്രശ്നങ്ങൾ പറ്റിയിട്ടുണ്ട്. ഓട്ടോ കോറിലേഷൻ ആർ ഓഫ് ഡി ഈസ് ഈക്വൽ ടു 1/n സിഗ്മ n ഈസ് ഈക്വൽ ടു 1 to n capital N C of n into C of n minus d, where d is the lag or delay, n is the length of the PN sequence. When d is equal to 0, r of 0 is equal to 1/n of sigma small letter n is equal to 1 to 15, അതായത് capital letter n C of n into C of n. നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. C of n is equal to 1 1 1 -1 1 1 -1 -1 1 -1 1 1 -1 -1 ഇൻറ്റു സി ഓഫ് എൻ. നമുക്ക് കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത് C of n ഇൻറ്റു C of n is equal to C raised to square of n, C square of n 1 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 1. That is r of 0 is equal to 1 divided by 15 into n is equal to 1 to 15. C of n into C of n is equal to 1 divided by 15 into 15 is equal to 1. സെക്കൻഡ് കേസ് എന്ന് പറയുന്നത് d is equal to 1 ആയിട്ട് എടുക്കുമ്പോൾ r of 1 എന്ന് പറയുന്നത് 1/15 into sigma n is equal to 1 to 15 C of n into C of n minus 1. C of n is equal to 1 1 1 minus 1 1 1 minus 1 minus 1 1 minus 1 1 minus 1 minus 1 minus 1 minus 1. C of n minus 1 എന്ന് പറയുമ്പോൾ നമ്മൾ C of n-ൻ്റെ ഉള്ള വാല്യൂസിനെ ഷിഫ്റ്റ് ഈസ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. എത്രയാണോ 1 ആണെങ്കിൽ 1 ഷിഫ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ 2 ആണെങ്കിൽ 2 ഷിഫ്റ്റ് ചെയ്യാം. ഇവിടെ C of n നോക്കുമ്പോൾ -1 1 1 1 minus 1 1 1 minus 1 minus 1 1 1 minus 1 1 minus 1 minus 1 minus 1. That is C of n into C of n minus 1 is equal to -1 1 1 minus 1 minus 1 1 minus 1 1 minus 1 minus 1 minus 1 minus 1 1 1 1.
സ്ലൈഡ് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ദാറ്റ് ഈസ് സിഗ്മ n is equal to 1 to 15 is equal to C of n into C of n minus 1 is equal to -1. നമുക്കിവിടെ വാല്യൂസൊക്കെ നോക്കിക്കഴിയുമ്പോൾ -1 plus 1 0, 1 plus -1 0, -1 plus 1 0, -1 plus 1 0, -1 -4 plus 1 plus 1 plus 1 is equal to 3, -4 plus 3 is equal to -1. That is C of n into C of n minus 1 എന്ന് പറയുന്നത് -1 ആണ്. That is R of 1 is equal to 1 divided by 15 into -1 എന്ന് പറയുന്നത് -1 divided by 15. ഇക്വേഷൻസ് ഒക്കെ തെറ്റാണ്. ഇവിടെ സ്ലൈഡിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്, സോറി. R of 2 എന്ന് പറയുന്നത് -1 divided by 15. R of 3 is equal to -1 by 15. അത് തന്നെയാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. R of 14 വരെ -1 divided by 15 ആണ്. നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. പിന്നെ R of 0 is equal to R of 15 is equal to R of 13 എന്ന് പറയുന്നത് 1 ആണ്. കൺക്ലൂഡ് ചെയ്യാം. R of D, അതായത് ഓട്ടോ കോറിലേഷൻ R of D is equal to 1 if D is equal to 0, n plus or minus n, or plus or minus 2n, and etc. And R of D is equal to 1 divided by n if otherwise. നോട് പറയാം. R of D is equal to 1 if D is equal to 0 plus or minus n plus or minus 2n etc. Otherwise R of D is equal to -1 divided by n if otherwise. Thank you for listening. Slides കുറച്ച് പ്രശ്നമുണ്ട്.